ഹരി ഓം. അധ്യായം 14. ശകടാസുരൻ്റെയും തൃണാവർത്തൻ്റെയും മോക്ഷപ്രാപ്തി. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ ബഹുലാശ്വൻ ചോദിച്ചു: താങ്കളുടെ ഭക്തിശ്രേഷ്ഠമായ വിവരണത്താൽ ഞാനും ജ്ഞാനദീപ്തനായി. ഭഗവാന്റെ ഭക്തന്മാരായുള്ള സത്സംഗം അസുലഭമാണ്. എനിക്ക് ഇപ്പോൾ അത് നേടുവാൻ സാധിച്ചു. ഓ ഋഷി, ഭഗവാന്റെ ലീലകൾ കൂടി പറഞ്ഞു തരുമോ? ശ്രീനാരദൻ പറഞ്ഞു: രാജാവേ, ശ്രീകൃഷ്ണ ഭക്തനായ താങ്കൾ വളരെ നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചത്. സാധു സംഗമം എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു. കൃഷ്ണന്റെ ജന്മനക്ഷത്ര ദിനത്തിൽ നന്ദഗോപൻ ഗോപന്മാരെയും ഗോപികമാരെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. അതോടൊപ്പം ബ്രാഹ്മണന്മാരോടും പൂജാതി കർമ്മങ്ങൾ നടത്താൻ യശോദ അഭ്യർത്ഥിച്ചു. യശോദ ഒരു ചുവന്ന വസ്ത്രം ഉടുപ്പിച്ചും താമര കണ്ണുകളിൽ അഞ്ജനം എഴുതിച്ചും കൈകാലുകളിൽ സ്വർണാഭരണങ്ങൾ ധരിപ്പിച്ചും ഭഗവാനെ അണിയിച്ചൊരുക്കിയ ശേഷം തൊട്ടിലിൽ കിടത്തി. ഗൃഹത്തിലെ ജോലികളിലും അതിഥി സൽക്കാരത്തിലും വ്യാപൃതയായ യശോദയ്ക്ക് തൻ്റെ പുത്രൻ്റെ കരച്ചിൽ കേൾക്കാൻ കഴിഞ്ഞില്ല. ആ അവസരത്തിൽ കംസൻ അയച്ച ഉൽക്കചൻ എന്ന അസുരൻ അവിടെ എത്തി. ആ അസുരന് വായുമയമായ ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീകൃഷ്ണനെ കിടത്തിയിരുന്ന തൊട്ടിലിൻ്റെ അടുത്തായി പാലും വെണ്ണയും മറ്റും നിറച്ച കുടങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു ശകടം ഉണ്ടായിരുന്നു. ഉൽക്കചൻ അതിന്മേൽ കയറിക്കൂടി കൃഷ്ണന്റെ ദേഹത്തേക്ക് ആ ശകടം തള്ളിയിടാൻ ശ്രമിച്ചു. എന്നാൽ കൃഷ്ണനാകട്ടെ കരഞ്ഞുകൊണ്ട് തൻ്റെ കാൽ ശകടത്തിന്മേൽ പതുക്കെ ചവിട്ടി. ശകടം തകർന്നു കഷ്ണങ്ങളായി. അസുരൻ തൻ്റെ വായുമയമായ ശരീരം ഉപേക്ഷിച്ച് ദിവ്യമായ ഒരു ശരീരത്തിൽ പ്രവേശിച്ചു. ഭഗവാൻ ഹരിയുടെ മുന്നിൽ ആദരവോടെ നമസ്കരിച്ച ശേഷം അനേകം കുതിരകളാൽ വലിക്കപ്പെട്ട ഒരു രഥത്തിൽ കയറി ഭഗവാന്റെ സ്വന്തം വാസസ്ഥലമായ ഗോലോകത്തേക്ക് പോയി. ശകടം പൊട്ടി വീണ ശബ്ദം കേട്ട് നന്ദനും ഗോപബാലന്മാരും അവിടെ ഓടിയെത്തി. നന്ദൻ കുട്ടികളോട് തിരക്കി: എങ്ങനെയാണ് ഈ വണ്ടി വീണത്? കുട്ടികളിൽ ഒരു ബാലൻ പറഞ്ഞു: പാലിനു വേണ്ടി ആ ശിശു കരഞ്ഞപ്പോൾ അവൻ്റെ കാൽ അടുത്തുണ്ടായിരുന്ന വണ്ടിയിൽ തട്ടി. അങ്ങനെയാണ് അത് മറഞ്ഞു വീണത്. ഇത് കേട്ട് ആരും വിശ്വസിച്ചില്ല. യശോദ ശിശുവിനെ തൻ്റെ മടിയിലിരുത്തി. പ്രേതബാധയാകുമോ എന്ന് ഭയന്ന് യശോദ ബ്രാഹ്മണരോട് പ്രതിവിധിക്കായി യജ്ഞം നടത്താൻ അഭ്യർത്ഥിച്ചു. ശ്രീ ബഹുലാശ്വന്റെ ചോദ്യത്തിനു മറുപടിയായി നാരദൻ ഉൽക്കചന്റെ പൂർവവൃത്താന്തം വിവരിച്ചു. ഒരു ദിവസം ഹിരണ്യാക്ഷന്റെ പുത്രനായ ഉൽക്കചൻ എന്ന അസുരൻ ലോമശ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് ചില വൃക്ഷങ്ങൾ നശിപ്പിച്ചു. ഇത് കണ്ട് കോപിഷ്ഠനായ മഹർഷി അവനെ ദേഹമില്ലാത്തവനായി പോകട്ടെ എന്ന് ശപിച്ചു. ആ ശാപത്താൽ എങ്ങനെയാണോ ഒരു പാമ്പ് പടം പൊഴിക്കുന്നത്, അതുപോലെ ആ അസുരന്റെ ശരീരം അടർന്നുപോയി. തൻ്റെ പ്രവൃത്തിയിൽ പശ്ചാത്താപം തോന്നിയ അസുരൻ കരഞ്ഞുകൊണ്ട് മഹർഷിയുടെ കാൽക്കൽ വീണ് അഭ്യർത്ഥിച്ചു: അല്ലയോ മഹാമുനി, എന്നോട് ദയ കാണിക്കണമേ. അങ്ങയുടെ തപോശക്തി ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് മാപ്പു നൽകി എൻ്റെ ശരീരം തിരിച്ചു നൽകണമേ. ഇതിൽ മനസ്സലിവ് തോന്നിയ ലോമശ മഹർഷി പറഞ്ഞു: നീ ശാപമോക്ഷത്തിനായി ചക്ഷുഷ മന്വന്തരം കഴിഞ്ഞ് വൈവസ്വത മന്വന്തരം വരെ കാത്തിരിക്കണം. അപ്പോൾ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ഹരിയുടെ പാദസ്പർശമേൽക്കുമ്പോൾ നിനക്ക് മുക്തി ലഭിക്കും. അവനാണ് ഉൽക്കചൻ എന്ന അസുരനായി ജനിച്ചത്. ശകടാസുരന്റെ മരണവിവരം അറിഞ്ഞ കംസൻ തൃണാവർത്തനെ വൃന്ദാവനത്തിലേക്ക് അയച്ചു. അന്നേ ദിവസം യശോദ തൻ്റെ കുട്ടിയെ മടിയിലിരുത്തി ലാളിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ കുട്ടിക്ക് ഭാരം വർദ്ധിക്കുന്നത് പോലെ തോന്നി. യശോദയ്ക്ക് തൻ്റെ കുഞ്ഞിനെ താങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഉടനെ കുഞ്ഞിനെ നിലത്ത് വെച്ചു. എന്നിട്ട് വീട്ടുജോലികളിൽ വ്യാപൃതയായി. ആ സമയത്ത് കംസൻ അയച്ച തൃണാവർത്തൻ എന്ന അസുരൻ അവിടെ എത്തി. തൃണാവർത്തൻ ഒരു ചുഴലിക്കാറ്റായി മാറിയ ശേഷം
ആ ശിശുവിനെ പിടിച്ചുകൊണ്ട് ആകാശത്തേക്ക് പോയി. ഗോകുലത്തിൽ അന്ധമായ ഇരുട്ടും ഭയങ്കരമായ ഒരു മുഴക്കവും ഉണ്ടായി. അതിശക്തമായ പൊടിയാൽ കുറെ നേരത്തേക്ക് ആർക്കും ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ശബ്ദം കേട്ട യശോദ വന്നു നോക്കിയപ്പോൾ തൻ്റെ മകനെ മുറ്റത്തു കണ്ടില്ല. ഇതിൽ പരിഭ്രാന്തയായ യശോദ ബോധരഹിതയായി. ബോധം വന്ന ശേഷം യശോദ ഉച്ചത്തിൽ നിലവിളിച്ചു. ഗോപികമാരും കരഞ്ഞുകൊണ്ട് നന്ദഗോപന്റെ മകനെ തിരഞ്ഞു നടന്നു. അപ്പോഴേക്കും തൃണാവർത്തൻ കൃഷ്ണനെയും കൊണ്ട് ബഹിരാകാശത്തിലേക്ക് എത്തിയപ്പോൾ തൻ്റെ തോളിലുള്ള ശിശു സുമേരു പർവ്വതം പോലെ ഭാരമുള്ളതായി തോന്നി. അസുരൻ കൃഷ്ണനെ താഴേക്ക് വിട്ടുകളയാൻ ശ്രമിച്ചു. എന്നാൽ കൃഷ്ണൻ അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കി. അസുരൻ വേദന കൊണ്ട് കരഞ്ഞുവെങ്കിലും കൃഷ്ണൻ പിടിവിട്ടില്ല. അങ്ങനെ കൃഷ്ണന്റെ കൈകളാൽ അസുരൻ മരിച്ചു. അവൻ്റെ ദേഹത്തിൽ നിന്നും ഉത്ഭവിച്ച തേജസ് ഭഗവാനിലേക്ക് ലയിച്ചു. ശേഷം അസുരനും കൃഷ്ണനും ആകാശത്തിൽ നിന്ന് ഒരു പാറയിലേക്ക് വീണു. ആ വീഴ്ച അവിടെ പ്രകമ്പനം കൊള്ളിച്ചു. ഗോപന്മാർ പാറപ്പുറത്ത് വീണ അസുരനെയും ഭഗവാനെയും കണ്ട് ഓടിച്ചെന്ന് ഭഗവാനെ എടുത്ത് യശോദയുടെ കയ്യിലേൽപ്പിച്ചു. യാതൊരു പരിക്കും കൂടാതെ പുത്രനെ തിരിച്ചു കിട്ടിയതിൽ നന്ദഗോപനും യശോദയും ഗോകുലവാസികളും അത്യധികം സന്തോഷിച്ചു. അപ്പോൾ പണ്ഡിതരായ ബ്രാഹ്മണന്മാർ നന്ദഗോപന്റെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു. നന്ദനും യശോദയും അവരെ ആരാധിച്ചു. ഇതിൽ സന്തുഷ്ടരായ ബ്രാഹ്മണർ പുത്രന്റെ ദീർഘായുസ്സിനായി യജ്ഞവും മറ്റ് രക്ഷാകവചവും നിവർത്തിച്ചു. അതിനു ദക്ഷിണയായി നന്ദഗോപൻ ബ്രാഹ്മണന്മാർക്ക് 1,00,000 പശുക്കളും 1,00,000 സ്വർണ്ണ നാണയങ്ങളും അനേകം വസ്ത്രങ്ങളും നൽകി. ബ്രാഹ്മണന്മാർ പോയ ശേഷം നന്ദഗോപൻ മറ്റ് ഗോപന്മാരെയും ഗോപികമാരെയും ക്ഷണിച്ചു. അവർക്ക് സമൃദ്ധമായ ഭക്ഷണവും വസ്ത്രങ്ങളും നൽകി അവരെയും ആദരിച്ചു. ശ്രീ ബഹുലാശ്വന്റെ ചോദ്യത്തിനു മറുപടിയായി നാരദൻ തൃണാവർത്തന്റെ പൂർവവൃത്താന്തം വിവരിച്ചു. പാണ്ഡ്യദേശത്ത് സഹസ്രാക്ഷൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം വിഷ്ണുവിൻ്റെ ഭക്തനും ധർമ്മിഷ്ഠനും ആയിരുന്നു. ഒരു ദിവസം രാജാവ് നർമ്മദാ നദിക്കരയിൽ പല സ്ത്രീകളോടൊപ്പം ആനന്ദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ അവസരത്തിൽ മഹർഷി ദുർവാസാവ് അവിടെ എത്തി. എന്നാൽ രാജാവ് മഹർഷിയെ ആദരിച്ചില്ല. ഇതിൽ കോപിഷ്ഠനായ ദുർവാസാവ് സഹസ്രാക്ഷനെ ഒരു അസുരനായി തീരട്ടെ എന്ന് ശപിച്ചു. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ രാജാവ് കരഞ്ഞുകൊണ്ട് മഹർഷിയുടെ കാൽക്കൽ വീണ് മാപ്പ് നൽകണം എന്ന് അഭ്യർത്ഥിച്ചു. ഭഗവാൻ കൃഷ്ണന്റെ സ്പർശമേൽക്കുമ്പോൾ മോക്ഷം ലഭിക്കുമെന്നും മഹർഷി അനുഗ്രഹിച്ചു. ഇവിടെ 1-ാം ഖണ്ഡത്തിലെ 14-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.